പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം 10-13 തിരുവചനങ്ങൾ. നിന്നെ സംശയിക്കുന്നവനോട് ഉപദേശം ചോദിക്കരുത്, അസൂയാലുവിനോട് നിന്റെ ലക്ഷ്യം വെളിപ്പെടുത്തരുത്. നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക, അതിനേക്കാൾ വിശ്വാസ്യമായി എന്തുണ്ട്? പലപ്പോഴും കാണാറുള്ള ഒരു പ്രതിഭാസമാണ് ഇത്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു വീഴ്ചയോ പരാജയമോ സംഭവിക്കുമ്പോൾ അതിന് പരിഹാരം കാണാനായി ചിലരോട് ഉപദേശം ചോദിക്കുവാൻ പലരും പോകാറുണ്ട്. എന്നാൽ ഉപദേശം തരുന്ന വ്യക്തികൾ തന്നെ ആ പ്രശ്നത്തെ ഊതി വീർപ്പിച്ച് അവസാനം നാട് മുഴുവൻ പ്രചരിപ്പിച്ച് വലിയൊരു പ്രശ്നമാക്കി മാറ്റും. ഇന്ന് ദിവ്യകാരുണ്യ ഈശോ നമുക്ക് പുതിയൊരു ബോധ്യം നൽകുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഒന്ന് അടിപതറുമ്പോൾ പകച്ച് നിന്നുപോകാതെ ഒന്ന് നിശബ്ദമായി നിന്റെ ഹൃദയത്തിൻ്റെ ഉപദേശം തേടുക. ഹൃദയത്തിൽ ഈശോയ്ക്ക് സ്ഥാനമുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് പോകേണ്ട വഴി കാണിച്ചു തരും. ചിലപ്പോൾ നിന്റെ നന്മ ആഗ്രഹിക്കുന്ന രഹസ്യങ്ങൾ സൂക്ഷിക്കുവാൻ തക്കവിധത്തിൽ വിശുദ്ധിയും പക്വതയുമുള്ള ഒരു സുഹൃത്തിനെയോ വ്യക്തിയെയോ കർത്താവ് ആ പ്രശ്ന പരിഹാരത്തിനായി നിനക്കായി കൊണ്ടുവരും. നമ്മളെ സംശയിക്കുന്നവരോട് ഉപദേശം ചോദിച്ചാൽ 4 ചുവരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ചെറിയൊരു പ്രശ്നം ഒരാഗോള പ്രശ്നമായി മാറാനും അത് നമ്മളെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്നായി മാറാനും ഇടയുണ്ട്. വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു: എൻ്റെ ദൈവമേ, അങ്ങയെ അറിയുവാനുള്ള ഒരു മനസ്സും അങ്ങയെ അന്വേഷിക്കുവാനുള്ള ഒരു ഹൃദയവും അങ്ങയെ കണ്ടെത്തുവാനുള്ള വിജ്ഞാനവും എനിക്ക് നൽകണമേ. ഈ പ്രാർത്ഥന നമുക്ക് നമ്മുടെയും പ്രാർത്ഥനയാക്കി മാറ്റാം. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുവാൻ തക്കവിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികളായി മാറാൻ ഈശോ നമ്മളെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.